ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവദാസനിൽ കൂടെ ഈടുറ്റ ദൈവവചനം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അല്പനേരത്തെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കോപ്പികൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് എടുത്തുകൊണ്ട് പോകാം. മറ്റൊരാൾക്ക് കൊടുക്കാനാണെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അത് നിങ്ങൾക്ക് ഏറെ അനുഗ്രഹത്തിന് കാരണമായി തീരും. വളരെ പരിചിതമായ വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വചനം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. മതി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവും നാമും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ഭാഗം വെളിപ്പെടുത്തിയ ഭാഗത്ത് ആത്മീക ജീവിതത്തെ ഫലവത്തായൊരു വൃക്ഷത്തോട് കർത്താവ് ഉപമിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. 3 കാര്യങ്ങൾ കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളല്ല, ദൈവത്തിന് സ്തോത്രം, തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. 2, എന്തിനാണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾ ഫലം കായ്ക്കണം. ഫലം കായ്ച്ചാൽ പോരാ, ഫലം നിലനിന്ന് കായ്ക്കണം. ഈ 3 ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഈ ദൂത് അവസാനിപ്പിക്കാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. കർത്താവിൻ്റെ സ്തോത്രം. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതും ദൈവം തിരഞ്ഞെടുക്കുന്നതും 2ആണ്. സ്തോത്രം. ഈയിടെ കല്യാണം കഴിക്കാൻ പ്രായമായ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, 43 പെൺകുട്ടികളെ കണ്ടു, എൻ്റെ കണ്ണിന് ഒന്നിനെയും ബോധിച്ചില്ല. കണ്ടോ, ഇനി 44-ാമത്തെ പെണ്ണിനെ കണ്ടോ കെട്ടിയോ എനിക്കറിയത്തില്ല. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. 1 ലോറി ആപ്പിൾ കൊണ്ട് തിരുവല്ലായിൽ ഇറക്കിയിട്ടാൽ 1 കിലോ ആപ്പിൾ വാങ്ങിക്കാൻ ആപ്പുകൂട്ടത്തിനകത്ത് തെരഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരു ചുരിദാർ കടയിൽ കയറിയാൽ, ഒരു സാരിക്കടയിൽ കയറിയാൽ പച്ചയും മഞ്ഞയും നീലയും വെള്ളയും ചുവപ്പും എല്ലാം വാരിയിട്ടിട്ട് അവസാനം ചോദിക്കും, സ്തോത്രം, ഇനിയും വല്ലതും ഉണ്ടോ? ഒരിക്കൽ ഒരു പെൺകുട്ടി സാരിയെല്ലാം എടുത്തിട്ട് അവൾ വിഷമിച്ചിട്ട് അവൾ മറുപടി പറഞ്ഞു, ഇനി ഞാൻ ഉടുത്തേക്കുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? മനുഷ്യൻ തിരഞ്ഞെടുപ്പിൻ്റെ പുറകെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന പോലല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ബൈബിൾ ഭാഷ കേട്ടോ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ലോക സുവിശേഷീകരണത്തിന് തമ്പുരാൻ തിരഞ്ഞെടുത്തത് കുറച്ച് മുക്കുവ പിള്ളേരെയാണ്. കർത്താവിനറിയാം ഇവന്മാരെ കൊണ്ട് സുവിശേഷം എത്തിക്കാൻ പറ്റും. അപ്പം ഞാൻ എന്തിനാ ഇത് പറയുന്നത്? നിന്റെ കുടുംബത്തിൽ നിന്നേക്കാൾ പകിട്ടും മഹിമയും വിദ്യാഭ്യാസവും കഴിവുമുള്ള പലരെ മാറ്റി നിർത്തിയിട്ട് നിന്നെ തിരഞ്ഞെടുത്തത് തെറ്റിയല്ല. നിന്റെ മേൽ ദൈവത്തിന് പദ്ധതികളുണ്ട്. ഇനി തിരഞ്ഞെടുപ്പെന്ന വിഷയം ഇന്നത്തെ പ്രസംഗമല്ല. അത് പ്രസംഗിച്ചാൽ അതിൽ ഒത്തിരി ദൂതുകൾ പറയാനുണ്ട്. എന്നാൽ എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് എഫേസ്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ എഴുതി. 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് മുമ്പിൽ 2 ഉദ്ദേശമാണ്. 1, നമ്മൾ വിശുദ്ധരാകണം. 2, നമ്മൾ നിഷ്കളങ്കരാകണം. എങ്ങനെയാ വിശുദ്ധരാകുന്നേ പറയാം. അശുദ്ധിയെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ ദൈവവും ദൈവത്തിൻ്റെ വചനവുമാണ്. ഒരു മനുഷ്യൻ്റെ അശുദ്ധിയെ മാറ്റി, പാട്ടുകാരൻ പാടും, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അപ്പം അശുദ്ധി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത് കർത്താവിൻ്റെ വചനമാണ്, കർത്താവിൻ്റെ കരമാണ്, യേശുവിൻ്റെ രക്തമാണ്. സ്തോത്രം. 2-ാമത്തെ ഭാഗം, നാം അവന് സന്നിധിയിൽ എന്തുവാകണം? നിഷ്കളങ്കരാകണം. അത് സ്വയമാകണം. എന്തുവാ?
നിഷ്കളങ്കർ സ്വയമാകണം. അബ്രഹാമിനോട് ഈ ദൈവത്തിന് സ്തോത്രം, ദൈവം വാഗ്ദത്തം ചെയ്തു, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കടയിലെ മണത്തരി പോലെ പിള്ളേരെ തരാം. കൂടെ കൂടെ കർത്താവ് ദൂത് പറഞ്ഞ് കൊതിപ്പിക്കും. അത് തരാം, ഇത് തരാം, കൊതിപ്പിക്കുമല്ലാതെ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? പലരുടെ ഉള്ളിലെ നിരാശ. യോഗത്തിന് വന്നപ്പം ദൂതുണ്ടായിരുന്നു, നിന്റെ കുഞ്ഞിനെ മാനിക്കാം, നിന്നെ മാനിക്കാം, നിന്റെ വഴികൾ തുറക്കാം, പക്ഷേ ഇതുവരെ നിറവേറിയിട്ടില്ല. പക്ഷെ പേടിക്കരുത്, അവൻ പറഞ്ഞു കൊതിപ്പിക്കുന്നവൻ മാത്രമല്ല, നിവർത്തിക്കുന്നവനാ. 17-ാം അധ്യായത്തിൽ ദൈവം വന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 17-ാം അധ്യായത്തിൽ ദൈവം വന്ന് പറയുക, അബ്രഹാമേ, എൻ്റെ പേര് സർവശക്തൻ, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഈ ദിവസങ്ങളിൽ നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ വെച്ചൊരു പ്രവൃത്തി ഞാൻ ചെയ്യും. സ്തോത്രം. അപ്പോൾ ആ ഭാഗവും വിടുകയാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് അവൻ്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരുമാകാനാണ്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പഠിക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. വായിക്കേണ്ട വാക്യങ്ങളിലേക്കല്ല വരുന്നത്, വായിക്കേണ്ട വാക്യങ്ങളിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പം അവൻ്റെ നാമം വഹിപ്പാൻ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അവൻ്റെ നാമം വഹിപ്പാനായി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ സ്തോത്രം. നമ്മളെ കർത്താവിൻ്റെ നാമം വഹിക്കുമ്പോൾ നമ്മളെ ദൈവം വഹിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇപ്പം ചില ആൾക്കാർ വരും, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര പ്രതിസന്ധിയാണ്, ഭയങ്കര പോരാട്ടമാണ്, എനിക്ക് നടക്കാൻ വയ്യ, ആരോഗ്യമില്ല, ക്ഷീണമാണ്, എനിക്ക് തടസ്സമാണെന്നൊക്കെ ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യനെ ഒരാളെടുത്ത് തോളത്തിട്ടുകൊണ്ട് നടന്നാൽ, നിങ്ങൾ തോളത്തെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം നമ്മൾ മുമ്പിലോട്ട് നിന്നിട്ട് നമ്മളിങ്ങനെ കുനിഞ്ഞ് അയാളെ തോളത്തെടുത്തിട്ടാൽ അയാൾ പറയും, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറയും, ഒരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ട് പോകുന്ന കാര്യം, പുള്ളിയല്ല ഭാരം എടുക്കുന്ന, ഈ താഴെ ഒരാൾ നിന്ന് എടുക്കുക. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇതുപോലാണ്, നിങ്ങളല്ല. ഇപ്പം രക്ഷിക്കപ്പെട്ട ഒരുത്തം വീട് വെച്ചാൽ തുടങ്ങാൻ നേരത്തെ ടെൻഷനില്ല. അവൻ പറയും, യഹോവ വീട് പണി. യഹോവ. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ ടെൻഷനാണ്. രക്ഷിക്കപ്പെട്ടവർക്കും ടെൻഷനാണ്, കാരണം ഈ ആശയകത്തില്ലാത്തവർക്ക്. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. 2, അവൻ്റെ നാമം വഹിപ്പാനാ. ഇനി പത്രോസിന്റെ ലേഖനത്തിലെ അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടെ, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. എന്തിനാ? വിളിച്ചവൻ്റെ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഒരു പാസ്റ്റർ ജോലി അല്ല സുവിശേഷ വേല. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെയും ദൗത്യമാണ് സുവിശേഷം അറിയിക്കണം. ഞാനിത് പറഞ്ഞു പോകുന്നത് ദൂതിലേക്ക് വരാനാ. ഒടുവിലത്തെ ഭാഗം 4-ാമത്തെ ആശയത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, നിങ്ങളെ തിരഞ്ഞെടുത്തത് ഫലം കായ്ക്കാനാ. എന്തുവാ? ഫലം കായ്ക്കാൻ. അവിടെയാ ചിന്ത തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് എന്ന വിഷയം ഇന്ന് പ്രസംഗിക്കത്തില്ല, കാരണം അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ഫലം കായ്ക്കാണ്. ഒരു ദൈവപൈതൻ്റെ ജീവിതത്തെ ബൈബിൾ ഫലവത്തായ ഒരു വൃക്ഷത്തോട് ഉപമിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ഫലം കായ്ക്കണമെങ്കിൽ എല്ലായിടത്തും നിൽക്കുന്ന വൃക്ഷങ്ങൾ ഫലം കായ്ക്കാറില്ല. ഈ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോവാ, വായിക്കേണ്ട ഭാഗത്തേക്ക് വരാം. 15:1 വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവ് തോട്ടക്കാരനാ. എൻ്റെ പിതാവ് ആരാ? തോട്ടക്കാരനാ. തോട്ടക്കാരൻ്റെ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളാ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ദൈവമക്കളും. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. മുഴുവൻ ദൈവമക്കളും. എന്തിനാണ് ഈ തോട്ടക്കാരൻ്റെ അധീനതയിൽ നിൽക്കണമെന്ന് പറയാൻ കാരണം? പറയാം. ഒരു മനുഷ്യനൊരു വൃക്ഷം നടുന്നത് വൃക്ഷത്തിൻ്റെ ഭംഗി കാണാനല്ല, ഫലം അനുഭവിക്കാനാണ്. ബലം. ഈ ആത്മാവിൻ്റെ വരങ്ങളുമുണ്ട്, ഫലങ്ങളുമുണ്ട്. വരം എന്താണെന്ന് ചോദിച്ചാൽ അന്യഭാഷ, പ്രവചനം, വെളിപ്പാട്, ദർശനം, അതൊക്കെയാണ് വരങ്ങൾ. ഫലം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം, സന്തോഷം, അതൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. വരങ്ങൾ പ്രാപിക്കാൻ എളുപ്പമാണ്, ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വലിയ പാടാണ്. സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. നിന്റെ അവസ്ഥകളെല്ലാം മാറണമെങ്കിൽ ഒരു തോട്ടക്കാരൻ്റെ അധീനതയിൽ നീ വളരപ്പെടണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. തോട്ടക്കാരൻ്റെ അധീനത. ഇനി നമ്മൾ വൃക്ഷങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 2 പ്രധാന ദൂതുകൾ പറയാൻ പോവുക. ഒന്ന്, കായ്ക്കുന്ന വൃക്ഷമുണ്ട്, കായ്ക്കാത്ത വൃക്ഷമുണ്ട്. എന്തുവാ? കായ്ക്കുന്ന വൃക്ഷമുണ്ട്. ഈ ചിലരെക്കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്, നട്ടപ്പോൾ ഒരു കൊട്ട, പറിച്ചപ്പോൾ ഒരു കൊട്ട, വന്നപ്പോൾ ഒരു സ്തോത്രം, ഇപ്പം സ്തോത്രം നിർത്തി സോയേ ഉള്ളൂ. സ്തോത്രം. ചിലർക്ക് അതിനെക്കാട്ടി വലിയ മെച്ചമാണ്, വന്നപ്പോൾ സ്തോത്രമായിരുന്നു, ഇപ്പോൾ അന്യഭാഷയുണ്ട്, പക്ഷെ അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല.
ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഈ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം നീ ദേശത്ത് കായ്ച്ചു നിൽക്കണമെന്ന ഞാൻ അവളോട്ട് ദൂത് വരാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. അമ്മി നമുക്ക് ഇച്ചിരുടെ ഈ പൗലോസ്ലീഹ കൊരിന്തിയിലെ സഭയിലോട് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ. അപ്പം നടാൻ ഒരാളെ വേണം, നനയ്ക്കാൻ ഒരാളെ വേണം, വളർത്താൻ ഒരു ദൈവത്തെയും വേണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചിലതൊക്കെ ചിലയിടത്ത് നിൽക്കുമ്പം വളരാത്തത് കൊണ്ടാണ് തമ്പുരാൻ പറിച്ച് നടുന്നത് ആള് തെറ്റിയിട്ടല്ല. നിന്നെ ഈ സഭയാം തോട്ടത്തിൽ പറിച്ചു നട്ടത് നിന്നെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാനാണ്. ഞാൻ കേൾക്കുന്നൊരു ദൈവശബ്ദം പറയാം, ഒരിക്കലും ഫലം കാണത്തില്ലെന്ന് പറഞ്ഞ ചിലതിനകത്തുനിന്ന് ഈ തോട്ടക്കാരൻ അവൻ ഫലത്തെ പുറത്തെടുക്കാൻ പോകുകയാണ്. അതിൻ്റെ സമയമായി എന്നാണ് ഇന്നത്തെ ദൂത്. ആരുടെയൊക്കെയോ ജീവിത ശൈലികൾ മാറുന്നു, ആരുടെയൊക്കെയോ ആത്മീക അന്തരീക്ഷങ്ങൾ മാറുന്നു, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ രീതികൾ മാറുന്നു. നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്റെ വൃക്ഷം ഫലമൊക്കും. ഓ ഹല്ലേലൂയ. ഈ യോസഫിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ പിന്നീട് പ്രസംഗിക്കും ഈ വചനത്തിലോട്ട് വരുന്ന സമയത്ത്. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. അടുത്ത വാക്യം പറയാമോ കാണാതെ? അവൻ്റെ കൊമ്പ് മതിലുകളുടെ മുകളിൽ പടരും. ഞാൻ ദൂത് തുടക്കത്തിൽ പറയാം, മതില് വളരത്തില്ല, പക്ഷെ കൊമ്പ് വളരും. തടസ്സങ്ങൾ എന്നും ഒരേപോലെ, പക്ഷെ നിന്റെ വളർച്ച തടസ്സങ്ങളുടെ മീതെ കയറണം. അത് കയറണമെങ്കിൽ വളർച്ച കറക്റ്റ് ആകണം. സ്തോത്രം. അപ്പൊ ചോദ്യം, തോട്ടക്കാരൻ്റെ അധീനതയിൽ നട്ട വൃക്ഷം, സ്തോത്രം, ഫലം കായ്ക്കണം. ഈ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഉണ്ട്, ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളുമുണ്ട്. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെക്കുറിച്ച് ഈ ഫലമുള്ള വൃക്ഷത്തിന് ഏറുണ്ട്. ഫലമുള്ള വൃക്ഷത്തിന് ഇല്ല. മാങ്ങയുടെ സീസണിലൊക്കെ നല്ല ചാക്കോച്ചൻ്റെ വീടിൻ്റെ മുറ്റത്തെ മാവേല് 1000 മാങ്ങ ഇങ്ങനെ നിൽക്കുക. റോഡിൽ കൂടെ പോകുന്ന മുഴുവൻ പിള്ളേർ എന്തോ ചെയ്യും? കമ്പും കല്ലും എല്ലാം പറക്കി എറിയും. അപ്പുറത്ത് തന്റെ തോമാച്ചൻ്റെ ഒരു മാവ് നിൽക്കുന്നു, ഒരു മാങ്ങാൻ പോലും ഇല്ല. ഇന്ന് വരെ ഒരുത്തൻ എറിഞ്ഞിട്ടുമില്ല. എൻ്റെ കാരണം എറിഞ്ഞിട്ട് ഏറ് കിട്ടുന്ന ഓർത്തോണം ഫലമേറാൻ പോവുക. ഞാൻ ഈ ഗഹനമായ ദൂതിലോട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് കൊണ്ടുവരട്ടെ. എന്നോട് ദൈവാത്മാ പറയുക, നിന്റെ ജീവിതത്തിൻ്റെ മട്ടും ഭാവവും രൂപവും ഒക്കെ ഒന്ന് മാറാനുള്ള സമയമായി. എന്തുകൊണ്ടാണ് ചില വൃക്ഷങ്ങൾ കായ്ക്കാത്തത്? ബൈബിൾ വെളിപ്പാടാ പറയുന്നത്. നമുക്ക് സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 15-5 വായിച്ചേ. സ്തോത്രം. അതിന് മുകളിലത്തെ സ്വയമായി കായ്പാൻ കഴിയാത്ത എന്നിൽ വസിപ്പേൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്ത വാക്യമാണത്. 4-ാം വാക്യം. സോറി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ സ്വയമായി കായ്പാൻ കഴിയാത്ത വൃക്ഷം. സ്വയമായി കായ്പാൻ കഴിയാത്ത വൃക്ഷം. എൻ്റെ അടുക്കൽ കുറച്ച് നാൾ മുമ്പ് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ 52 വയസ്സുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം ചെയ്ത ബിസിനസ് എല്ലാം ഫ്ലോപ്പായിപ്പോയി, ലൈഫ് ഫെയിലായിപ്പോയി. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് ആർക്കും ജോലി കിട്ടുന്നില്ല. പുള്ളി എന്നോട് ഒന്ന് പറഞ്ഞു, സ്തോത്രം, ഞാൻ തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു, നിന്നെ കായ്പിക്കുന്നൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ നട്ടാൽ നിന്റെ ബുദ്ധി തീർന്നു, കഴിവ് തീർന്നു, മിടുക്ക് തീർന്നു. ഇനിയും നീ കായ്ക്കാൻ പോകുന്നത് നിന്റെ മിടുക്ക് കൊണ്ടല്ല,
മറ്റൊരു മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നൊരു ദൂതം, ഒരിക്കലും കായ്ക്കാത്ത ചിലതിനെ ഈ തോട്ടക്കാരൻ കായ്പാൻ തയ്യാറാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആരുടെയൊക്കെയോ ലൈഫിൽ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ഫലം കാണാൻ സമയമായി. ഒന്ന് ചിരിച്ചോണ്ടൊക്കെ പറ, ഫലം കാണാൻ സമയമാക്കും. നിന്നെ ഒന്നുമില്ലാത്തവനാക്കി ഈ പട്ടണത്തിൽ ഒതുക്കി വെച്ചെങ്കിൽ നിന്റെ കഴിവ് തോറ്റെടുത്ത് ദൈവം നിന്നോട് സംസാരിക്കുക, നിനക്ക് സ്വയം കായ്ക്കാൻ കഴിയത്തില്ല. ഈ തോട്ടക്കാരൻ്റെ സാന്നിധ്യം എന്തിനാന്ന് ചോദിച്ചാൽ, സ്വയം കായ്ക്കാൻ ഒക്കാത്തതിനെ തോട്ടക്കാരൻ കായ്പിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ ചിലക്ക് സാക്ഷ്യം പറഞ്ഞു കേട്ടില്ല, ഞങ്ങൾ തീർന്നതായിരുന്നു, പക്ഷെ ഇപ്പം ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. അതിൻ്റെ കഥ എന്നാണെന്നറിയോ? ജീസസ് അമ്മി മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധവാ. ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ട് പറയാം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ഒരിക്കലും ശരിയാകത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവം അത് ശരിയാക്കി തരും. ദൈവം അതിനെ ഫലവത്താക്കി തരും. ഇനി അപ്പം കായ്ക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, ഈ ഭാഗത്തോട്ട് ഞാൻ പറയാം, ഒന്നാമത്തെ കാരണം സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കായ്ക്കാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നു, 52 വയസ്സായിട്ട്, എൻ്റെ മക്കൾക്ക് ജോലിയില്ല, എൻ്റെ ബിസിനസ് എല്ലാം ഫ്ലോപ്പായി പോയി, ദൈവത്തിന് സ്വന്തം, എനിക്ക് കായ്ക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു, കായ്പ്പിക്കുന്നൊരു തോട്ടമുണ്ട്. ഏതാണ് തോട്ടം? ഞാൻ പറഞ്ഞു, പിതാവിൻ്റെ തോട്ടമാണ്. ആ തോട്ടത്തിൽ നീ ചെന്നാൽ അവിടെ ഒരു മുന്തിരിവള്ളിയുണ്ട്. അതുമായിട്ടുള്ളൊരു ബന്ധം നിനക്ക് കിട്ടിയാൽ നീ കായ്ക്കാൻ തുടങ്ങും. പുള്ളി എന്നോട് പറയുക, അതൊരു പുതിയ അറിവാണല്ലോ. ആ പുതിയ അറിവ് അവന് പകർന്നു കൊടുത്തു. അവൻ യേശുവിനെ സ്വീകരിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ജീസസ് അല്പകാലം കഴിഞ്ഞ് വീണ്ടും എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, എല്ലാം തീർന്നതായിരുന്നു, പക്ഷെ എല്ലാം ഇപ്പോൾ നല്ലതായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ്? എനിക്കറിയത്തില്ല എന്താ നടക്കുന്നതെന്ന്. ഞാൻ തോറ്റെടുത്ത് ദൈവം ചലിക്കാൻ തുടങ്ങി. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിരാശപ്പെടണ്ട. നിന്റെ കഴിവേ അസ്തമിച്ചിട്ടുള്ളൂ. നീ ഒരാളുമായി കണക്റ്റ് ആകാൻ പോവാ. യേശുവിന് ആ കണക്റ്റായി കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തിൽ നീ തീർന്നെന്ന് പറയുന്നിടത്ത് നിനക്കൊരു പുതിയ ചരിത്രം തുടങ്ങട്ടെ. നീ അവസാനിച്ചെന്ന്. യെസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ധൈര്യമായിട്ട് ആരോടും പറയാം, ഏത് കായ്ക്കാത്തതിനെ കായ്പ്പിക്കുന്നൊരു സ്ഥലമുണ്ട്. ഏത് കായ്ക്കാത്തതിനെ കായ്പ്പിക്കുന്നൊരു സ്ഥലം. ഇനി ഞാൻ ആ ദൂതിലോട്ട് തിരിച്ചു വരാം. ഈ തോട്ടക്കാരൻ്റെ അധീനതയിൽ വരണമെന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ഹോശേയ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. എഫ്രൈമിന് പുഴുക്കുത്തു പിടിച്ചു. എഫ്രൈമിന് പുഴുക്കുത്തു പിടിച്ചു. അവരുടെ വേർ ഉണങ്ങിപ്പോയി. അവന്റെ വേർ ഉണങ്ങിപ്പോയി. അവർ ഫലം കായ്ക്കയില്ല. അവൻ ഫലം കായ്ക്കയില്ല. നിങ്ങൾ എന്നെ ഒരു വൃക്ഷം ഫലം കായ്ക്കണമെങ്കിൽ ഒന്ന്, അത് നിൽക്കുന്ന മണ്ണ് വൃക്ഷത്തിന് വളരാൻ പാകമായ മണ്ണായിരിക്കണം. എവിടെയും നിന്നാൽ ഫലം കായ്ക്കത്തില്ല. വൃക്ഷമെന്ന് പേര് കാണും, പക്ഷെ കായ്ക്കത്തില്ല. 2, ദൈവസ്തോത്രം, വൃക്ഷം വളർന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ വേര് മണ്ണിലെ കാഴ്ന്നിറങ്ങണം. എഫ്രൈമിനെ കുറിച്ച് എഴുതിയിരിക്കുക, എഫ്രൈമിന് പുഴുക്കുത്തു പിടിച്ചിരിക്കുന്നു. തോട്ടക്കാരൻ്റെ അധീനതയിലാണ് ഈ വൃക്ഷമെങ്കിൽ പുഴുക്കുത്തു പിടിച്ചാൽ തോട്ടക്കാരൻ്റെ കയ്യിൽ പുഴുക്കുത്തു മാറ്റുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ചികിത്സ ഉണ്ടേലേ വളരൂ, കരുതലുണ്ടേ പടരൂ, കൈത്താങ്ങലുണ്ടേൽ ഉയർന്നു വരും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, നീ ഒറ്റയ്ക്കല്ല, നിന്നെ കായ്പിച്ചെടുക്കാൻ ഒരു തോട്ടക്കാരൻ നിൽക്കുക. നിന്റെ ലൈഫിനെ കേറി പിടിച്ച, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. നിന്റെ വീടിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞ കഥ തീരാൻ പോവുക.
നിന്റെ ലൈഫിനകത്ത് ഒരു തോട്ടക്കാരൻ്റെ പ്രവൃത്തി. എൻ്റെ പിതാവ് തോട്ടക്കാരനാ. അവൻ നിങ്ങളോട് തുറന്നു പറയുക, നിന്റെ പുഴുക്കുത്തുകളെ ട്രീറ്റ് ചെയ്ത്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ഞാനൊക്കെ ജനിച്ചു വളർന്ന വീട്ടിൽ ഞങ്ങൾക്ക് റബ്ബർ തോട്ടങ്ങളുണ്ട്, റബ്ബർ തോട്ടങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും എനിക്ക് എൻ്റെ അപ്പൻ തന്ന 2.5 ഏക്കറോളം റബ്ബറുണ്ട്, ഇന്നും വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ. ഞാൻ ചെറുപ്രായം തൊട്ട് ഇത് കണ്ടു വളർന്നുകൊണ്ട് റബ്ബർ ഒരു പ്രായത്തിലെത്തുമ്പം ഒരു ജോലിക്കാരനെ വിളിക്കും ഒരു ദിവസം. എന്തിനാണെന്നറിയാമോ? ഈ റബ്ബറിന് നീണ്ട വർഷങ്ങൾ അതിൽ നിന്ന് നന്മയുണ്ടാകേണ്ടതാണ്. പക്ഷേ ആ റബ്ബറിൽ കേടുകൾ വരും. ആ പണി വിളിക്കുന്ന ജോലിക്കാരൻ ചെയ്യുന്ന കേൾക്കണം, ഒരു കത്തി കൊണ്ട് ഈ കേടെല്ലാം ചൂഴ്ന്നെടുത്തിട്ട് അവിടെ തുരിശും കുമ്മായും കൂടെ ചേർത്തൊരു മിശ്രിതമുണ്ടാക്കി അടിക്കും. 1 വർഷം കഴിയുമ്പോൾ, ഒരു 6 മാസം കഴിയുമ്പോൾ ഉണങ്ങിയ കൊമ്പ് കിളിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ആ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ നടത്തി. ഒരു തോട്ടക്കാരൻ്റെ പ്രത്യേകത പറയാം, ഒരുത്തന് പുഴുക്കുത്ത് പിടിച്ചാൽ തള്ളത്തില്ല. ദൈവത്തിന് സ്തോത്രം. പുഴുക്കുത്ത് പിടിച്ചാൽ വേരുണങ്ങും. ഞാൻ നിങ്ങളോടൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് കൃഷിയും വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യം അറിയാവുന്ന പോലെ 2-3 കാര്യങ്ങൾ പറയാം. ഈ പുഴുക്കുത്ത് മാത്രമല്ല, വൃക്ഷത്തിൽ നിന്ന് ഫലം വരാതിരിക്കാൻ വേറെ ഒത്തിരി കാരണമുണ്ട്. 1-2 കാരണം പറയാം. നിങ്ങളുണ്ടല്ലോ, ചില മാവൊക്കെ ഭയങ്കര ഫലം വരേണ്ടതാണ്, പക്ഷേ അതിൽ ഇത്തിള് പിടിക്കും. ഇത്തിൾ എങ്ങനെയാണ് പിടിക്കുന്നത്? ഭൂമിയുമായിട്ട് ബന്ധമില്ലാത്ത ഈ വൃക്ഷത്തിൽ എങ്ങനെയാണ് ഇത്തിൾ പിടിക്കുന്നത്? സയൻസ് പറയുന്നത് പക്ഷികളുടെ ദൈവത്തിന് സ്തോത്രം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്തിളുകൾ പിടിക്കുന്നത്. ഒരു മരത്തിൽ ഇത്തിൾ പിടിച്ച അതിൻ്റെ അർത്ഥം അവൻ്റെ ഫലം പോയെന്നാണ്. പക്ഷെ തോട്ടക്കാരനുണ്ടെങ്കിൽ ഇത്തിള് പിടിക്കുമ്പോഴേ പിടിക്കുന്ന ഇത്തിളിനെ അടത്തിക്കളയും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നീ വളരുകയല്ല, ഒരാളാൽ വളർത്തപ്പെടുകയാ. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? നിന്നെയും എന്നെയും നിർമൂലനം ചെയ്യുവാൻ, നിന്റെ ഫലങ്ങളെ കെടുത്തിക്കളയുവാൻ ദുഷ്ടൻ നിന്റെ ലൈഫിൽ കൊണ്ടിട്ട ചില ഇത്തിൽ കണ്ണികളെ അടർത്തി മാറ്റുവാൻ. ഓ ലോർഡ്, ചിലർക്കിവിടെ ചികിത്സ ആവശ്യമാണ്. നിന്നെ ഫലവത്താക്കി മാറ്റുവാൻ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഓ ജീസസ്. ദൈവത്തിന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയാം, നിന്നെ ആരാക്കാൻ കഴിയുമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. നീ ആരാന്നല്ല, നിന്നെ മുക്കുവ പിള്ളേരെ തെരഞ്ഞെടുത്തവൻ ദൈവത്തിനറിയാം. ഇവൻ നടന്നു പോയാൽ ഷാഡോ ഹീലിംഗ് നടക്കും. ഇവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചാൽ 3000 സ്നാനം നടക്കും. ഇവൻ എഴുന്നേറ്റ് നിന്ന് ഭൂലോകത്തെ ആരാധിക്കുന്ന ചിലരോട് പറയാം, നിന്നെ ആരാക്കാൻ പറ്റുമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. നീ ആരാന്നല്ല. കൃപ. ഇന്ന് പറയണം, ഞാനാകുന്നത് കൃപയാലാണ്. ഞാൻ ഒന്നും ആയിട്ടില്ല, പക്ഷെ നിന്നെ എന്തോ ആക്കാൻ. ഇപ്പൊ നിനക്ക് കടമുണ്ട്, രോഗമുണ്ട്, പ്രതിസന്ധിയുണ്ട്, വെല്ലുവിളിയുണ്ട്, പക്ഷെ അതല്ല. നീ ഒരു തോട്ടക്കാരൻ്റെ അധീനതയിലാണ്. എന്നോട് ദൈവാത്മാവ് ദൂത് പറയാം, നിനക്ക് തരുന്ന ചികിത്സ നീ ഏറ്റെടുത്താൽ, നീ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ യോസഫിനെ പോലെ നിന്റെ കൊമ്പ് ദേശത്ത് പടരും. നീ എവിടോ കൃപ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതിനെ ഒക്കെ ഇന്ന് മുറിച്ചു മാറ്റട്ടെ. അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എന്തോ നിന്റെ കഴിവ് അസ്തമിച്ചടത്ത്, പുഴുക്കുത്ത് പിടിച്ചടത്ത്, ഇത്തുൽ കണ്ണി പിടിച്ചടത്ത്, ഇതാ പരിശുദ്ധാത്മാ പറയും, ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ട്. കൃപ 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 കൃപ. നിനക്കറിയാം, 40 ദിവസങ്ങളായി നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു പുഴുക്കുത്ത് പിടിച്ചിട്ടുണ്ട്, പാപം പിടിച്ചിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ദുർചിന്ത പിടിച്ചിട്ടുണ്ട്. യേശു പറയുകയാണ്, നീ പ്രാർത്ഥിച്ചോ. ഞാനിവിടെ കാണുന്ന കാഴ്ച ഫലവത്തായ ഒരു അനുഭവം ഉണ്ടാകാൻ പോവാ. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ അംഗവൈകല്യമുള്ളൊരു വീട്ടിൽ ചെന്നപ്പോൾ അംഗവൈകല്യമുള്ളൊരു മോനെ കണ്ടു. അവന്
ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കട്ടിലേ കിടക്കുക. അവൻ്റെ അമ്മ എഴുന്നേൽപ്പിച്ചിരുത്തും. അത്ര മാത്രമേ ചെയ്യത്തുള്ളൂ. 23 വയസ്സ്, ഒരുമാതിരി നല്ല വിദ്യാഭ്യാസമുണ്ട്. സ്തോത്രം. ചിലത് എക്സാമൊക്കെ പോയി എഴുതി, ചിലത് വീട്ടിൽ ഇരുന്ന് എഴുതി, അങ്ങനെയൊക്കെ പാസ്സായി. സ്തോത്രം. എന്നാൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. കാഴ്ച ഏതാ കണ്ടേ? ഭയങ്കര ഫലങ്ങൾ നിറഞ്ഞൊരു വൃക്ഷം. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നിന്റെ ലൈഫ് ഫലവത്താകാൻ പോവാ. അവൻ പറഞ്ഞു, ഒരു സാധ്യതയില്ല. പക്ഷെ അവൻ അവിടെ വെച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അല്പകാലം കഴിഞ്ഞപ്പം വീണ്ടും അവരുടെ നിർബന്ധത്താൽ ഞാൻ ആ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പം, സ്തോത്രം, ഞാൻ നേരത്തെ ചെന്നപ്പോൾ അവനെ കിടക്കുന്ന കട്ടിലല്ല ചെന്ന് കണ്ടേ. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ വീടിന് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരുത്തിയേക്കുന്നു. മോൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞപ്പം അവൻ തന്നെ വീൽ ചെയർ പോലൊരു വണ്ടി, ദൈവത്തിന് സ്തോത്രം, ഓടിച്ചെൻ്റെ അടുക്കൽ വന്നു. ഒരു ചെറിയ മോട്ടറിൻ്റെ സഹായത്തോടെ ഓടിച്ച് അടുക്കൽ വന്നിട്ട് സ്തോത്രം എന്നോട് പറഞ്ഞു, പാസ് അന്ന് കണ്ട പോലെ ഞാൻ ഫലമുള്ളവനായി മാറി. ഞാൻ ചോദിച്ചു, എങ്ങനെയാണെന്ന് പറയാമോ? ജീസസ്, കഴിഞ്ഞിടെ എനിക്ക് വിളിച്ച് ജോലി തരുന്ന പോലെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടി. ഹല്ലേലൂയ. അംഗവൈകല്യമുള്ള എനിക്ക്, നടക്കാൻ പറ്റാത്ത എനിക്ക് ഒരു നല്ല ജോലി കിട്ടി. വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി, ശമ്പളം അക്കൗണ്ടിൽ വന്നോളും. ഞാൻ ഒരിക്കലും ഇങ്ങനെ ആകുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞടാ, നിന്നെ കായ്പിക്കാൻ അവന് കഴിയും. ഞാൻ നിന്നോട് പറയാം, എല്ലാം തീർന്നെന്ന് പറഞ്ഞ നിന്നോടാണ് ഞാൻ പ്രവചിക്കുന്നത്. മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധം, യേശുവുമായിട്ടുള്ള ബന്ധം. ആരാ മുന്തിരിവള്ളി? ക്രിസ്തു. ഈ ദിവസങ്ങളിൽ നീ പറയാൻ പോവുക, നിന്നെ നിന്ദിക്കുന്ന ജനതയുടെ നടുവിൽ നിന്റെ വീട്ടിനകത്തൊരു മഹാത്ഭുതം നടക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില വൃക്ഷങ്ങൾ? പെട്ടെന്ന് മാമേ, അടുത്ത ഇച്ചിരി മിനിറ്റ് കൊണ്ട് ദൂത് അവസാനിപ്പിക്കണം. എന്നോട് ദൈവാത്മാവ് ദൂത് പറയുക, ആമേ, അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ടേച്ച് പറ, നിന്നെ ഇനിയും കായ്പിക്കാൻ പറ്റുമെന്ന് പറ. ഇനിയും തീർന്നില്ല. നിന്റെ കഴിവ് പരാജയപ്പെട്ടില്ല. നിനക്ക് ഏതാണ്ടൊരു ചെറിയ അസുഖം വന്നപ്പോഴേ, ജീസസ്, നീ കരഞ്ഞുകൊണ്ട് പരിക്കാത്തിരിക്കരുത്, ഇനിയും നിന്നെ കായ്പിക്കാം. നിനക്ക് വീണ പുഴുക്കുത്ത് ചൂഴ്ന്നെടുത്ത് കളഞ്ഞ് നിന്റെ വാടിപ്പോയ വേര് ഫലം കായ്ക്കത്തില്ലെന്ന് പറഞ്ഞതിന് ഇനിയും, യേശുവിന്റെ നാമത്തില് എവിടൊക്കെയോ പുതുക്കിപ്പണി നടക്കുന്നു. എവിടൊക്കെയോ യേശുവിന്റെ നാമത്തില് എവിടൊക്കെയോ തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്താൽ എന്തോ വഴികൾ വരുന്നുണ്ട്. നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ ഇല്ലാത്തത് നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോവുക. നിന്റെ അപ്പന്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലും ഇല്ലാത്തത് ഇതാ നിന്റെ ലൈഫിൽ. കൃപ കൃപ പ്രതീക്ഷ അകത്ത് വരട്ടെ. ഇനിയും ഞാൻ കായ്ക്കും, ദൈവത്തിന് വേണ്ടി കായ്ക്കും. ഈ ചുറ്റുപാടുകളുടെ നടുവിൽ ഞാൻ കായ്ക്കും. നിന്നെ കുറിച്ച് ചിലർ പറയും, കണ്ടോ അവൻ ഫലവത്തായ വൃക്ഷം. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ചില പുഴുക്കുത്തുകളെ ചൂഴ്ന്നെടുക്കാൻ പോവുക, ഉണക്കിക്കളഞ്ഞ വേരുകളെ. നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, നീ കായ്ക്കേണ്ടവനാണ്. നീ കായ്ക്കേണ്ടവനാണ്. നീ രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കേണ്ടവനാണ്. നീ പ്രവചിക്കേണ്ടവനാണ്. നീ വെളിപ്പാട്. നിന്റെ വീടിനെ കേറി പിടിച്ച പുഴുക്കുത്തുകൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടിമാറട്ടെ. കണ്ടോ, ചിലരുടെ ഉള്ളിൽ നിന്നെ ഡൗൺ ആക്കുന്ന സ്പിരിറ്റ്, നിന്നെ മുന്നോട്ട് വിടാത്ത സ്പിരിറ്റ് ഇന്നത്തെ മിനിസ്ട്രിയിൽ ബ്രേക്ക് ആവട്ടെ. കടിച്ചു ഞാന്ന് കിടക്കുന്ന ദുഷ്ടശക്തികൾ, പൗലോസിന്റെ കയ്യിൽ കടിച്ചു ഞാന്ന സർപ്പം അഗ്നിയിൽ കത്തിയതുപോലെ ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കൃപ 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 കൃപ. ചിലരുടെ അന്തരാത്മാവിൽ ബോധ്യപ്പെട്ടു, ഞാൻ ഒന്നും ആയില്ല, പക്ഷെ എന്തോ ആകാൻ പോവുക. ഞാൻ ഒന്നും ആയിട്ടില്ല, എന്തോ ആകാൻ പോവുക. ഇതല്ല നിന്റെ മിനിസ്ട്രി, ഇതല്ല നിന്റെ ശുശ്രൂഷ. നിന്നെ ഇനിയും
എല്ലാവരുടെ ഉള്ളിലില്ല, പക്ഷെ ചിലരുടെ ഉള്ളിൽ അറിയാം. നിന്നെ ഒരു പുഴുക്കുത്ത് കയറി പിടിച്ചു, ഒരു ഇത്തിൽ കണ്ണി കയറി പിടിച്ചു. ഇനി നീ വളരാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം പറയുകയാണ്, വേരു നിലത്ത് പഴകിയാലും കുറ്റി മണ്ണിൽ കെട്ടാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ ഇവിടെ ഒരു നദി ഒഴുകുക. ഏത് ഉണങ്ങിയതിനെ കിളിപ്പിക്കുന്ന നദി. ഞാൻ നിങ്ങൾക്ക് വചനത്തിൽ കൂടെ വലിയ പ്രതീക്ഷ തരുവാ. ഈ പ്രതീക്ഷ ഏറ്റെടുത്തേ പോകാവൂ. ലോർഡ്, ഇതല്ല നിന്റെ ലൈഫ്. നിന്നെ ഇനിയും കായ്പിക്കാൻ പറ്റും. പ്രതീക്ഷയോടാ തെരഞ്ഞെടുത്തേ. നാട്ടുകാർ പറഞ്ഞു കൊള്ളത്തില്ലെന്ന്, കൂട്ടുകാർ പറഞ്ഞു കൊള്ളത്തില്ലെന്ന്, തമ്പുരാൻ പറഞ്ഞല്ല, തെരഞ്ഞെടുത്തത് ഞാനാ. നിന്നെ പിടിച്ച പുഴുക്കുത്ത് ഇന്ന് ഞാൻ ചികിത്സിച്ച് മാറ്റും. യേശുവിൻ നിന്റെ ആത്മീക ജീവിതത്തെ കയറി പിടിച്ച പുഴുക്കുത്ത്, ആരാധിക്കാൻ കഴിയാത്ത പുഴുക്കുത്ത്, വിശുദ്ധി നിൽക്കാൻ വയ്യ. ചില അഡിക്ഷനുകൾ മാറട്ടെ, ചില മൊബൈൽ അഡിക്ഷൻസ്. യെസ്, യെസ്. നിങ്ങൾ എന്നെ അല്പം കൂടെ ശ്രദ്ധിച്ചിരുന്നേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില വൃക്ഷങ്ങൾ വലിയ പ്രതീക്ഷയോടെ നമ്മൾ നട്ടതാ. പക്ഷേ ആ വൃക്ഷത്തിൽ ചവിട്ടിന്ന് ചില കാട്ടുവള്ളികൾ ഇങ്ങനെ തലപൊക്കി. വൃക്ഷം ഇങ്ങനെ പടന്ന് കയറിപ്പോവുക. കാട്ടുവള്ളി ചുറ്റി ഇപ്പം ഇല കാണാനില്ല, മുഴുവൻ കാട്ടുവള്ളിയാ. ലോർഡ്, അതിൽ നിന്ന് 100 പ്രാവശ്യം ഫലം വെളിവരേണ്ട സമയമായി. പക്ഷേ മരം നിൽക്കുക, കാട്ടുവള്ളി വരിഞ്ഞു മുറുക്കുക. ഇവിടെ തോട്ടക്കാരൻ്റെ പ്രാധാന്യത അറിയാമോ? എല്ലാ വള്ളിയും മേളിൽ കയറി അഴിക്കണ്ട, താഴെ നമ്മുടെ മൂട് വീഴുതാ മതി. ഞാനൊരു ദൂത് പറയാം, ചിലത് നിന്നുണങ്ങുന്ന നീ കാണാൻ പോവാ. നിന്റെ ഫലത്തിന് വിരോധമായി ചുറ്റി താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ വെളിപ്പാടി കാണുക. ശ്രദ്ധിക്കണം, നീ ദേശത്ത് വെളിപ്പെടേണ്ട സമയം കഴിഞ്ഞു. നിന്റെ മേൽ വെളിപ്പെടുന്ന ഫലം വെളിപ്പെടേണ്ട ടൈം കഴിഞ്ഞു. പക്ഷെ നീ വളർന്നു വന്നപ്പോൾ ഒരു പാരമ്പര്യം കൂടെ വളർന്നു, ഒരു ശാപം കൂടെ വളർന്നു, ഒരു ബന്ധനം കൂടെ വളർന്നു. അത് നിന്നെ കയറി ഇങ്ങനെ ചുറ്റി. അപ്പൊ ചോദിക്കാം, പാസ്റ്റർ മേളിൽ കയറി ചുറ്റടിക്കണം. മെനക്കെടണ്ട. തോട്ടക്കാരൻ മേപ്പോട്ട് പണിയില്ല, മേളത്തെ പണി മേളി ഇരിക്കുന്നവനാ. നിന്റെ പണി എന്താണെന്നറിയാമോ? വളർന്നവന്റെ മൂട് വിടണം. ലൂക്കോസ് 15 നീ കൽപ്പിച്ചാൽ അത് വേരോടെ പറയും. ഇതിനകത്തൊരു ആത്മീക ശുശ്രൂഷ നടക്കട്ടെ. നിന്നെ ഒന്ന് ഫ്രീ ആക്കാൻ പോവുക. നിന്റെ ആരോഗ്യത്തെ ചുറ്റി വരിയുന്ന, നിന്റെ ഫൈനാൻസിനെ ചുറ്റി വരിയുന്ന നന്ദി കർത്താവേ. അർത്ഥക്ക നിനക്കറിയാം എവിടൊക്കെയോ ചുറ്റുന്നുണ്ട്. ലോർഡ്, ആരൊക്കെയോ നിന്നെ മാമി ഉപദ്രവിക്കുന്നുണ്ട്. ഒരു പെരുമ്പാമ്പ് ചുറ്റുന്നത് പോലെ ഇതിനകത്ത് അഗ്നി വെളിപ്പെടുക. നീ ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനെ ചുറ്റി നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് ചുറ്റി തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. ഇന്നു പകൽ ചിലതിനെ പിഴുതെറിയാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ 8 വർഷമായി, 7 വർഷമായി, 5 വർഷമായി, 10 വർഷമായി നിന്റെ ആത്മീക ജീവിതത്തെ ചുറ്റി വരിയുന്ന കണ്ടോ അത്യുന്നതന്റെ കരം ചലിക്കുക. നീ ഒന്ന് ഫ്രീ ആകാൻ പോവുക. നിന്നെ ഒരു വൃക്ഷത്തെ ഫ്രീ ആക്കി തരാൻ പോവുക. ഹല്ലേലൂയ. അപ്പൊ തോട്ടക്കാരൻ്റെ ആവശ്യകത എന്താണ്? 3 കാര്യം ഞാൻ പറഞ്ഞു. 1, നിനക്ക് സ്വയമായി കായ്ക്കാൻ പറ്റത്തില്ല, ഇനി കായ്പിക്കാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞ പാസ്റ്റർ തോറ്റ് ഞാൻ. അത് മതി, നിന്നെ കായ്പിക്കാൻ ഒരാൾ റെഡിയാ. നീ ഒരു തോട്ടക്കാരൻ്റെ അധീനതയിലാകണം.
ഇനി കായ്ക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നീ പിടിച്ചിരിക്കുന്ന മുന്തിരിവള്ളിയുടെ ബന്ധമാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എന്ന് പറഞ്ഞാൽ നിന്റെ ചുറ്റുപാടുകൾ അത്ഭുതപ്പെടും. നീ തഴയ്ക്കുന്ന കണ്ട്, നീ വളരുന്ന കണ്ട്, നീ ഫ്രൂട്ട്ഫുൾ ആ. ഓ ഹല്ലേലൂയ. കണ്ടിട്ടില്ലയോ? നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുമ്പം നമ്മളതിന് പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഇതൊന്നും എൻ്റെ കഴിവല്ല. കാരണം നമ്മുടെ കഴിവ് ആർക്ക് മാത്രം അറിയാം? നമ്മൾ ഈ പൊതുവിൽ വലിയ വീര്യവാദം അടിക്കും. ഞാൻ ഭയങ്കര കഴിവുള്ളവനാ, സമൃദ്ധി ഉള്ളവനാ, ഞാൻ ഭയങ്കര മിടുക്കനാന്നേലും സത്യം പറയാം നമ്മുടെ കഴിവ് നമുക്കറിയത്തില്ലയോ? നമ്മളെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലെന്ന് നമുക്കറിയാം. നമ്മൾ തൊപ്പിയിട്ടവന്മാരാ. പക്ഷേ ഇതെല്ലാം നടക്കുമ്പം ഈ പാട്ട് പാടുമ്പോഴൊക്കെ അറിയാതെ കൈ ഉയർത്തി കരയുന്നതിൻ്റെ രഹസ്യം എന്തറിയോ? ഇന്ന് അനുഭവിക്കുന്ന സകലത്തിൻ്റെയും പിമ്പിൽ ഒരാളാ. സകലത്തിൻ്റെയും പിമ്പിൽ യേശുവാ. ആ കൃപ അനുഭവിക്കാത്തതുകൊണ്ടാ ചിലർ മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചാവുമ്പം കുഴിച്ചിടാനല്ല ചർച്ച്, കൊച്ചിൻ്റെ കല്യാണം നടത്താനല്ല ചർച്ച്. നോ നോ. മുന്തിരിവള്ളിയുമായിട്ട് ബന്ധമില്ലെങ്കിൽ നീ നട്ടപ്പളും പറിപ്പളും ഒരു കൊട്ടയായിട്ടിരിക്കും. പുഴുക്കുത്ത് കയറി പിടിക്കും, ഇത്തിള് കണ്ണി കയറി പിടിക്കും, കാട്ടുവള്ളി കയറി പിടിക്കും. നീ എന്നും വൃക്ഷമായി നിൽക്കും. നിന്നിൽ നിന്നൊരു ഫലം ദൈവരാജ്യത്തിൽ ഉണ്ടാവത്തില്ല. ഇന്ന് പകൽ തോട്ടക്കാരൻ്റെ അധീനതയിലേക്ക് വാ. നിനക്ക് പുഴുക്കുത്ത് വന്നാൽ അവൻ ട്രീറ്റ് ചെയ്യും. ദൈവത്തിന് നിനക്ക് ഇത്തിൽ കണ്ണി പിടിച്ചാൽ അവൻ അതിനെ നിന്റെ വൃക്ഷത്തിൽ നിന്ന് അതിനെ അഴിച്ചു മാറ്റും. അല്ല, നിന്നെ കാട്ടുവള്ളി ചുറ്റിപ്പിടിച്ചാൽ മൂട് പിഴുതു മാറ്റും. നമ്മളൊരു തോട്ടക്കാരൻ്റെ അധീനതയിലാണ്. അപ്പം ഞാൻ ഇനി ദൂതിലോട്ട് വരിക. അപ്പം നീ കായ്ക്കത്തില്ല, പക്ഷെ നിന്നെ ദൈവം എന്ത് ചെയ്യും? കായ്പിക്കും. ഈ കായ്ക്കുന്ന വൃക്ഷത്തോടും കായ്ക്കാത്ത വൃക്ഷത്തോടും ഒക്കെ ദൈവത്തിൻ്റെ മനോഭാവം വ്യത്യസ്തമാണ്. ഇനി കായ്ക്കുന്ന വൃക്ഷത്തെക്കുറിച്ച് ബൈബിളിലുണ്ട്. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ കാര്യം യോഹന്നാൻ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ അവൻ മൂടോടെ വെട്ടിക്കളയും. ചോദ്യം, എന്താ വെട്ടാത്തതെന്നറിയോ? ലോർഡ്, നിനക്ക് വേണ്ടി ഒരാൾ മധ്യസ്ഥത നിൽക്കുക. യേശുക്രിസ്തു ഉപമ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ജീസസ് ലൂക്കോസ് 13:6 മുതൽ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല. ഈ തോട്ടക്കാരൻ്റെ യജമാനന്റെ ഒരു പ്രത്യേകത പറയാം. യജമാനൻ നടുന്നത് എന്തിനാ? ഫലം. ഇനി മുമ്പേ പാസ്റ്റർ പറഞ്ഞ കുറച്ച് ഭാഗം ഞാൻ അകത്തിരുന്നപ്പം ശ്രദ്ധിക്കാനിടയായി. അതിനകത്ത് പാസ്റ്റർ പറഞ്ഞൊരു ആശയം കൂടെ ഞാൻ പറയാം. വൃക്ഷത്തെ നടുന്നത് ഫലം കായ്ക്കാനാ ആണല്ലോ? ആണോ? എന്നാ പിന്നെ ചുമ്മാ ഒരു മാവ് ഇരുന്നോട്ട്, അതിനല്ല. വേണ്ട, മിണ്ടുന്നില്ല. ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് അവർ പറഞ്ഞു, പാസ്റ്ററെ, നല്ല 2 മാവ് മുറ്റത്ത് നിൽക്കുക. അപ്പം എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണേ, കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇഷ്ടമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അച്ഛനൊക്കെ എന്തൊരു ഭാഗ്യവാനാ, എന്തോരു നല്ല മാവാ. എന്നോട് പറഞ്ഞു, പക്ഷേ ഒരു ഗുണമില്ല, ഇന്ന് വരെ ഒരു മാങ്ങായും. അപ്പൊ ചിലയിടത്ത് വൃക്ഷം ഉണ്ടേലും എന്തില്ല, ഒരു മണവും ഇല്ല. ഞാനാണ് എൻ്റെ വീട്ടിൽ ഒരു തേക്കുണ്ടായിരുന്നു. ആ തേക്ക് ഇങ്ങനെ വളർന്ന്
ഇങ്ങനെ വളർന്നു വെച്ച് പുള്ളി ഇങ്ങനെ വളർന്നു. അതുകൊണ്ട് എൻ്റെ അപ്പൻ എനിക്ക് ആ തേക്കൽ ഊഞ്ഞാലിട്ട് തന്നു. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് പിള്ളേരപ്പോൾ എൻ്റെ മോക്ക് ഞാൻ ആ തേക്കൽ ഊഞ്ഞാലിട്ടു. പിന്നെ അത് വെട്ടിക്കളഞ്ഞു. കാരണം എൻ്റെ അപ്പൻ്റെ കാലം മുതൽ അത് ഇങ്ങനെ നിൽക്കുക. അത് ഭൂമിക്ക് പാഴ. ഭൂമിക്ക് നിങ്ങൾ ആരും ഈ ഭൂമിക്ക് പാഴാകല്ലേ, തുറന്ന് ഞാൻ പറയുക. നിങ്ങൾ സത്യം ആയതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിന്നെ നട്ടത് ഫലം കായ്ക്കാനാണ്. എത്ര പേര് അതിന് ആമീൻ പറയും? ഫലം കായ്ക്കണം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, ഈ യേശു ഒരിക്കൽ ഫലം തേടി വന്നു. മറ്റൊരു ഭാഗത്തിൽ, ഈ ഭാഗം നമ്മൾ വായിക്കാൻ പോവാം. ഫലം തേടി വന്നപ്പം ഫലം കണ്ടില്ല. കർത്താവിന് മനോഭാവം കൊണ്ട് അത് അത്തിപ്പഴത്തിൻ്റെ സീസൺ അല്ല. അതുകൊണ്ട് കർത്താവ് അത്തിയെ ശപിച്ചു. ചോദ്യം, എന്തോ അതിൻ്റെ അകത്തെ പാഠം? സീസണിലല്ല. ദൈവമക്കളെ സംബന്ധിച്ച് ഒരു സീസണിലല്ല കായ്ക്കേണ്ടി, എക്കാലത്തും കായ്ക്കണം. കായ്ക്കണമെങ്കിൽ യെഹെസ്കേൽ 47 നദി നിന്റെ ലൈഫിൽ ഒഴുകണം. ഒഴുകിയാൽ വാട്ടം തട്ടാതെ കായ്ച്ചുകൊണ്ടിരിക്കും. അവിടോട്ടൊക്കെ ദൂതിനെ കൊണ്ടുവരണം ഒരു 2-3 ദിവസം വേണം. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ച ഒറ്റ വാക്കൂടെ പറഞ്ഞ് നിർത്താം. സ്തോത്രം. അമ്മി, ഒരുത്തൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് എന്തോ ചെയ്യും? നിങ്ങൾ ഇന്നിക്കരുത്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അതിനർത്ഥം എന്തുവാ? നിന്റെ വീട്ടിൽ നീ ഉറങ്ങുമ്പോൾ ഉറങ്ങാത്ത ആരുണ്ട്? അത് നീ ദൈവത്തിന്റെ സ്തോത്രം ഏത് കട്ടിലേ കിടക്കുന്ന നോക്കാൻ വന്നല്ല. വല്ല പാലും വന്നപ്പോഴും നീ ഇങ്ങനെ കുത്തി കളിച്ചോണ്ടിരിക്കുക. 12:15 വന്നപ്പോഴും കുത്തി കളിക്കുന്നു. പോട്ടെ, ഇത് പറഞ്ഞപ്പോൾ സ്തോത്രം പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തുക. ഫലം തേടി വരുന്ന തെങ്ങും തോപ്പിൽ പോയി തേങ്ങ നോക്കിയിട്ട് വരുമ്പം ഒരു തേങ്ങ പോലും ഇല്ലേ. വീട്ടുകാരൻ വരുമ്പോൾ ഭാര്യ ചോദിക്കും, അച്ഛാ തേങ്ങ. കർത്താവ് ഒത്തിരി ആഴ്ച നിന്റെ അടുക്ക വന്നേച്ച് മേളിൽ ചെന്നപ്പോൾ ദൂതന്മാർ ചോദിച്ചു, പോയിട്ട് എങ്ങനെ ഉണ്ട്? മണവും ഇല്ല, ഒരു ഗുണവും ഇല്ല. ഒരു ദിവസം വന്നേച്ച് പറഞ്ഞു, ഇവരെ അങ്ങ് വെട്ട. അന്ന് തോട്ടക്കാരൻ പറഞ്ഞു, ദേ യജമാനെ, ഇപ്പൊ വെട്ടല്ല, ഈ ഒരിക്കൽ കൂടെ ഞാൻ കിളയ്ക്കാം. അതിന്റെ താഴെ ഉണ്ടോ? ഒന്ന് വായിച്ചേ. ലൂക്കോസ്. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. 3 കൊല്ലമായിട്ട് ഈ അത്തിയിൽ ഫലം ഡിസംബറിലും വരും. അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. അതിനെ വെട്ടിക്കളക. വന്നപ്പോഴും ഇവന്റെ ഉറങ്ങിയ സ്തോത്രം, വന്നപ്പോഴും ഇവന്റെ പിന്മാറ്റം, വന്നപ്പോഴും ഇവന്റെ തലകുഞ്ഞുള്ള ഇരിപ്പ്, ഇവിടെ ഇരിക്കുമ്പോഴും കുത്തിക്കളി. 3-ാം കൊല്ലമായത്. അതിനെ വെട്ടിക്കളക, നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? അതിനെ വെട്ടിയാല് അത് പാഴ. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ചു. കർത്താവേ ഒരവസരം കൂടെ ഇവനെ ഒന്ന് റെഡിയാക്കാമെന്ന് ഞാൻ നോക്കട്ടെ. വളവിടുവോളം ഒന്നുകൂടെ ഞാൻ വളവിടാം. ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഒരാണ്ടൂടെ മേലാൽ കായ്ച്ചെങ്കിലോ? ഈ വർഷം കായ്ക്കും, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ലാസ്റ്റ് സമയം തന്നേക്കുവാ. നീ തീരുമാനിച്ചോണം, കായ്ക്കുന്നോ പാഴായിട്ട് നിൽക്കുന്നോ. ബാക്കി അടുത്ത ആഴ്ച പറയാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ലോർ, തോട്ടക്കാരന് പണിയില്ലാഞ്ഞല്ല നിന്നെ നട്ടത്, വലിയ പ്രതീക്ഷയോടാ. ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് 2 പിള്ളേരുണ്ടായി, പിള്ളേരെ വളർത്തുന്ന അവൻ എന്തേലും ചെയ്യട്ടെന്നാണോ? ഭയങ്കര പ്രതീക്ഷയാണ്. പിള്ളേരെ പറ്റി പ്രതീക്ഷയുണ്ട് അപ്പനും അമ്മയ്ക്കും. നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. നിന്നെ സ്വയബുദ്ധിയിൽ കായ്ക്കാത്ത നിന്നോട് അതൂത് നിന്നെ കായ്പിക്കാൻ തയ്യാറാ. നിന്റെ കുടുംബത്തിൽ ആർക്കും അറിയാത്തൊരു ബന്ധം. ഇന്ന് ആ ബ്ലൂ ഷർട്ട് ഇട്ട് അച്ഛൻ ഒന്ന് കൈ നോക്കിക്കേച്ചാ. കർത്താവ് അച്ഛൻ്റെ അടുക്ക വന്നെന്ന് പറയുക, നിന്റെ ലൈഫിനെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ ലോർഡ് ദൈവം നിന്റെ അടുക്കൽ വന്ന് നിൽക്കുക. ലോർഡ് എന്ന് പറഞ്ഞാൽ, ലോർഡ് നിന്റെ ബുദ്ധി കഴിഞ്ഞു, നിന്റെ അറിവ് കഴിഞ്ഞു. മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധം നീ മുറുക്ക പിടിച്ചാൽ നിന്റെ കുടുംബ ചരിത്രം മാറി. നിന്റെ സന്തതിയുടെ കാലത്ത് പറയും,
എൻ്റെ അപ്പൻ്റെ കാലത്ത് അനുഗ്രഹം തുടങ്ങിയെന്ന് ഞാൻ വെളിപ്പാടി കണ്ടുകൊണ്ട് പറയുക. തീർന്ന നിന്നെ പരിശുദ്ധാത്മാവ് പുതുക്കി പണിയാൻ പോവുക. നിന്റെ ബുദ്ധിക്ക് എത്താത്ത ചില വൻകാര്യങ്ങൾ നിന്റെ വീടിനോട് എനിക്കിപ്പോൾ തന്നെ കാണാം. ദൈവത്തിന് സ്തോത്രം, ചിലരുടെ ലൈഫിൽ നിന്ന് ചില പുഴുക്കുത്ത് വിട്ടുപോവുക. അച്ഛാ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണർന്നാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ജീവിതം മാറും. നിന്നെ ചുറ്റിയ വള്ളികൾ നിന്നെ പിടിമുറുക്കിയിരിക്കുക. ഇന്ന് പകല വള്ളി പടർപ്പുകളെ ദൈവാത്മാവ് പിഴുതെറിയും. ഇതിനകത്ത് വലിയ വിടുതലുകൾ വ്യാപരിക്കുക. പ്രസംഗം കൊണ്ട് അവസാനിക്കുകയല്ല ദൂത്. ചിലരോട് എനിക്ക് ചില ബോധ്യങ്ങൾ കർത്താവ് തരിക. ബോധ്യങ്ങൾ കർത്താവ് തരുക. ചില ദിവസത്തിനകത്ത് എഴുതിയിട്ടോ സഹോദരങ്ങളെ, സഹോദരിമാരെ, എഴുതിയിട്ടോ. നിന്നെ വലിയ പ്രതീക്ഷയോടെ നിർത്തിയിരിക്കുക. നിന്റെ സമപ്രായക്കാരുടെ ജീവനെ ശത്രു അപഹരിച്ചപ്പോൾ മരണതുല്യമായ അസ്ത്രങ്ങൾ വന്നിട്ടും ഒരുത്തൻ മധ്യസ്ഥ നിൽക്കുക. അയ്യോ അരുതേ, ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ, ഒരു കൊല്ലം കൂടെ. ഞാനൊരു കാര്യം പ്രസംഗിച്ച് നിർത്താം. നിന്നെ ഫലവത്താക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. ഇതല്ല നിന്റെ ലൈഫ്. നീ എന്നെ ഇങ്ങനെ ഇരുത്താനല്ല വിളിച്ചത്. നിന്നെ എന്തോ ആക്കാമെന്ന പ്രതീക്ഷ തോട്ടക്കാരനുണ്ട്. എന്നോട് ദൈവാത്മാവ് പറയും, എന്തൊക്കെയോ പുതുക്കിപ്പണി നടക്കാൻ പോവുക. നിന്റെ ലൈഫിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ചില പദ്ധതി നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. നിന്നിൽ നിന്നെന്തോ പുറത്തു വരാനുണ്ട്. മേളിൽ നിന്ന് വരുന്നതിനേക്കാൾ അധികം നിന്നിൽ നിന്ന് വരാൻ പോവുക. നിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു വരാൻ പോവുക. സ്വർഗസ്ഥ പിതാവേ, ഈ ജനത്തെ സമർപ്പിക്കുക. ഒരിക്കലും ഇവർക്ക് പുഴുക്കുത്ത് പിടിക്കരുത്. ഇവരുടെ വേരുണങ്ങരുത്. ഒരിക്കലും ഇവരെ ഇത്തിൽ കണ്ണി പിടിക്കരുത്. ഒരിക്കലും ഇവരെ കാട്ടുവള്ളി പിടിക്കരുത്. കർത്താവേ, ഇവർ സ്വതന്ത്രമാകട്ടെ. യോസഫിനെ പോൽ ഇവർ ദേശത്ത് തല ഉയർത്തട്ടെ. യോസഫിനെ പോൽ ഇവരുടെ കൊമ്പ് പടരട്ടെ. കെട്ടിപ്പൊക്കിയ പടുകൂറ്റൻ മതിലുകളുടെ മുകളിലൂടെ പടർന്നു കയറുന്ന പുത്തൻ അഭിഷേകം ഈ തലമുറമേൽ പകർന്നാട്ട് കർത്താവേ. അങ്ങനെ സംഭവിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.